തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഒരാൾക്ക് വീതം സർക്കാർ ജോലി നൽകും. മുഖ്യമന്ത്രി വിജയ് നേരിട്ട് നിയമന ഉത്തരവ് കൈമാറും. ഈ മാസം 10-നാണ് വിജയ് കരൂരിൽ എത്തുന്നത്. സെപ്റ്റംബറിലുണ്ടായ കരൂർ ദുരന്തത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരേപോലെ ഞെട്ടിയൊരു വിഷയമായിരുന്നു കരൂരിലുണ്ടായ ആൾക്കൂട്ട മരണം അല്ലെങ്കിൽ ആൾക്കൂട്ട അപകടം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കരൂരിൽ വന്നിരുന്ന, അതായത് വിജയുടെ പ്രകടന റാലിയിൽ അല്ലെങ്കിൽ പ്രകടനം കാണാനായിട്ട് എത്തിയിരുന്ന ആ ആളുകളെല്ലാം കൂടി തടിച്ചു കൂടിയൊരിടത്ത് വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയും അതൊരു മരണത്തിലേക്ക്, ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതെപ്പോഴാണ്? പ്രചാരണ വേളയിലാണല്ലേ. അതായത് DMK, ശരിക്കും പറഞ്ഞാൽ സ്റ്റാലിൻ ഭരിക്കുന്ന സമയത്താണ് വിജയുടെ TVK എന്ന് പറയുന്നൊരു പാർട്ടി രൂപീകൃതമായതും ആ പാർട്ടിയുടെ പ്രചാരണങ്ങൾ പല സ്ഥലങ്ങളിൽ നടന്നതും. അങ്ങനെ നടക്കുന്നതിനിടയിൽ വിജയ് എന്ന് പറയുന്ന മനുഷ്യനെ, വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ കാണാനായിട്ടും ആ ഒരു ജനപ്രതിനിധിയെ കാണാനായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടുന്നു. അങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ആ ആൾക്കൂട്ടം നിയന്ത്രണാതീതമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം അങ്ങനെ ആൾ കൂടി വരുന്നു. അങ്ങനെ കൂടി വരുന്ന സമയത്ത് അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടായിട്ട് ഒരു വലിയ ജനക്കടൽ, ജനസാഗരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ആൾ അവിടെ ആർത്തിരമ്പി കൂടിയത്. അങ്ങനെ അതൊരു വലിയ മരണത്തിലേക്ക്, വലിയൊരു ദുരന്തത്തിലേക്ക് മാറുന്നു. ആ ദുരന്ത മുഖത്ത് നിന്നും വിജയ് ഓടി രക്ഷപ്പെടുന്നു. ആ വിജയ് പിന്നീട് ഒളിവിലേക്ക് പോകുന്നു. ജനങ്ങളോടൊപ്പം നിൽക്കാത്ത ഒരു ജനനായകനാണോ വിജയ് എന്ന ചോദ്യങ്ങൾ വരുന്നു. ഇത് ശരിക്കും DMK കരുതി കൂട്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണെന്ന് നമ്മൾ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വിജയ് ആ ഒരു സ്ഥലത്ത് പ്രകടനത്തിനായിട്ട് പോകുമെന്ന് മുൻപേ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ്റെ അടുത്ത് പറയുകയും അതിനു വേണ്ടിയിട്ട് അനുമതി ചോദിക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് നിങ്ങൾക്ക് വന്ന് നിൽക്കാനായിട്ടുള്ള അനുമതി തരില്ല എന്ന് പറയുകയും അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ട് തന്നെ വിജയ് ബസിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരു റോഡിൻ്റെ സൈഡിൽ ഈ ഒരു പ്രചാരണം നടത്തുന്നു. ആ പ്രചാരണം നടത്തിയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്രമാത്രം ആൾ കൂടിയതും ഇത്രയും വലിയൊരു അപകടം അവിടെ ഉണ്ടായതും. അപ്പോൾ വിജയ് അവിടെ വന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും വിജയ് ഇങ്ങനെ അനുമതിയില്ലാതെ അവിടെ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് DMKയുടെ പല ആളുകളും കളിക്കുന്ന കളികളൊക്കെ നമ്മൾ കണ്ടിരുന്നു. വെറും ഒരു വർഷം കൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സാധനം സ്വപ്നം കണ്ടുകൊണ്ട് ഇറങ്ങിയ ഒരു മനുഷ്യനായിരുന്നു വിജയ്. ആ വിജയ് രാഷ്ട്രീയം മാത്രമല്ല ശരിക്കും പറഞ്ഞ സ്വപ്നം കണ്ടത്. അദ്ദേഹം ആ രാഷ്ട്രീയത്തിൽ കൂടി പാവപ്പെട്ട ആളുകളെ എങ്ങനെ സഹായിക്കാമെന്നുള്ളൊരു കാര്യമാണ് സ്വപ്നം കണ്ടത്. സിനിമയിലും മറ്റുള്ളവരെ രക്ഷിക്കുന്ന ഒരു ജനനായകനാണ്. അതേപോലെ തന്നെ ജീവിതത്തിലും അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവൻ ത്യാഗം ചെയ്യുന്ന, അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറാനായിട്ടായിരിക്കണം ഈ പറയുന്ന വിജയ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും സിനിമ എന്ന് പറയുന്ന ലിമിറ്റേഷൻസ് ഒരുപാടുള്ളൊരു മേഖല വിട്ടുകൊണ്ട്, അല്ലെ കോടികൾ ഒരുപാട് വാരാൻ പറ്റുന്നൊരു മേഖല വിട്ടുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നൊരു മേഖലയിലേക്ക് മാറാമെന്ന് തീരുമാനിക്കാൻ കാരണമായതും. അങ്ങനെ വിജയ് ആ ഒരു വർഷം കൊണ്ട് തൻ്റെ ഒരു പാർട്ടിയെ കെട്ടിപ്പടുത്തുയർത്തുന്നു. ആ പാർട്ടി വൻപിച്ച ഭൂരിപക്ഷത്തിൽ DMK എന്ന് പറയുന്ന പാർട്ടിയെ നിലംപരിശാക്കിക്കൊണ്ട് തന്നെ ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഇലക്ഷനിൽ വൻ വിജയം അവർ കരസ്ഥമാക്കുന്നു. ആ വിജയം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ DMKയിലുള്ളതും ADMKയിലുള്ള ആളുകളും എല്ലാം ഈ പറയുന്ന TVK എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പോകുന്നു. വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറുന്നു. ജോസഫ് വിജയ്, CJ വിജയ് എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിട്ട് ഏകദേശം 2 മാസങ്ങൾ കഴിയുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഗവൺമെൻറ്റും UDF സർക്കാരും അതേപോലെ തന്നെ അധികാരം ഏറ്റിട്ട് 2 മാസങ്ങൾ ആവാൻ പോകുന്നു, അല്ലെ 2 മാസം കഴിയാനായിട്ട് പോകുന്നു. അപ്പോൾ അതിലൊരു കമ്പാരിസൺ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമേ കാണിച്ചത്. അതായത് വിജയ് അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അപകടമുണ്ടായി അധികാരത്തിൽ കയറി ആദ്യത്തെ സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് അപകടമുണ്ടായ, താൻ വന്ന സമയത്ത് അപകടമുണ്ടായ കുടുംബത്തിന് ആ കുടുംബത്തിലെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾക്ക് സർക്കാർ ജോലി നൽകുമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. അത് നടപ്പിലാക്കുന്ന വാഗ്ദാനമാണ്. വെറുതെ ഇവിടുത്തെ പൂക്കി സർക്കാർ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് പറയും പിന്നീട് മറ്റൊന്ന് പ്രവർത്തിക്കും എന്ന് പറയുന്ന പരിപാടിയല്ല വിജയ് ചെയ്യാറുള്ളത്. ചെയ്യുമെന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പോലെ തന്നെ ഒരു ധാർഷ്ട്യമുള്ളൊരു മനുഷ്യൻ തന്നെയാണ് വിജയ്. ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാളത് ചെയ്ത് കാണിക്കുമെന്നുള്ളൊരു ധാർഷ്ട്യം, ഒരു സ്വഭാവക്കാരൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുമുണ്ട്. അപ്പോൾ വിജയ് അവിടുത്തെ ആളുകൾക്കൊരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്, മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് ഒരു സർക്കാർ ജോലി കൊടുക്കാമെന്നുള്ളത്. അതേസമയം അറ്റ് ദി സെയിം ടൈം കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന സർക്കാരിന് പലരും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത്, ഈ സർക്കാർ അധികാരത്തിൽ വന്നതല്ലേ ഉള്ളൂ മകനെ, നിങ്ങളൊരിത്തിരി സമയം കൊടുക്കൂ, അവർക്ക് ഭരിക്കാനായിട്ടും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് സമയം കൊടുക്കൂ, ആ സമയത്തിനുള്ളിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. നിങ്ങൾ ഇങ്ങനെ ഇപ്പോഴേ കിടന്നിങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെ നിങ്ങൾ ഇപ്പോഴേ കിടന്നിങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക? രാഷ്ട്രീയത്തിലേക്ക്, അവർ അധികാരത്തിലേക്ക് വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം,
വിജയ് എന്ന് പറയുന്നൊരു മനുഷ്യൻ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, സിനിമയിൽ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുമൊക്കെ അഭിനയിക്കുന്നതല്ലാതെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, വിജയുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി വന്നുകൊണ്ട് ജനസേവകനാവണം, ജനങ്ങളെ സേവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്നൊരു പാർട്ടിക്ക് രൂപം നൽകുന്നു. ആ പാർട്ടി 1 വർഷമല്ല 1.5 വർഷം കൊണ്ട് മാത്രം ഇത്രയും ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങുകയും ആ ജനങ്ങളുടെ വോട്ട് നേടിയെടുക്കുകയും ചെയ്ത് വിജയിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് മുൻപേ, അതായത് വർഷങ്ങൾക്ക് മുൻപേ സജീവ രാഷ്ട്രീയത്തിൽ ജനിച്ച് സ്കൂൾ കാലഘട്ടം മുതൽ കോളേജ് കാലഘട്ടങ്ങളിലും പിന്നീട് അതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലുമെല്ലാം സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾക്ക് എന്തിനാണ് സമയം? ഇന്നലെ വന്ന വിജയ് ചെയ്തു തുടങ്ങി പല കാര്യങ്ങളും. എന്നിട്ടും ഇവിടെ വർഷങ്ങൾ കൊണ്ടല്ല, വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇപ്പോഴും ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. വിജയ് അവിടെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ സർക്കാർ ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്? ഈ വലിയ പ്രമാണിമാർക്ക് വേണ്ടിയിട്ട്, അല്ലെ വലിയ മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സർക്കാർ പണിയെടുക്കുന്നതെന്നേ. ഞാനിത് പറയുമ്പോൾ ഇതിനെ മെഴുകാനായിട്ട് പല ആളുകളും വരാം. ആരൊക്കെ മെഴുകാൻ വന്നാലും ഉള്ള കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ സവർക്കറിന് അല്ലെങ്കിൽ സവർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിന് പ്രമാണിമാരുടെ അവരുടെ വാലും പിടിച്ചുകൊണ്ട് അവരുടെ ഭ്രഷ്ടം താങ്ങണം. അതായത് അദാനിക്ക് ഈ വിഴിഞ്ഞം ഹാർബർ കൊടുക്കുക, അനുബന്ധ വിഷയങ്ങൾ നമ്മുടെ ലൈഫ് മിഷൻ നിർത്തലാക്കുക, ഈ നമ്മുടെ ക്ഷേമ പെൻഷൻ അതും നിർത്തലാക്കുക, വയനാട്ടിലെ ദുരന്തബാധിതരെ തിരിഞ്ഞുപോലും നോക്കാതെ ഇരിക്കുക, പിന്നെ മദ്യത്തിൻ്റെ നികുതി കുറച്ചുകൊണ്ട് മദ്യത്തിൻ്റെ വില കുറയ്ക്കുക, എന്നും ഉപയോഗിക്കാത്ത സാധനമായതുകൊണ്ട് തന്നെ പാലിൻ്റെ വില കൂട്ടുക, ഇന്ധന വില വർധനവിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാതെ ഇരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പൂക്കി സർക്കാരിൻ്റെ ഓരോ പരിപാടികളെന്നേ. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസിനല്ല പ്രാധാന്യം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എക്സ്പീരിയൻസ് ഒന്നും വേണ്ടെന്നേ, പറയുന്ന വാക്ക് പാലിക്കാൻ ഒരു കഴിവുണ്ടായാൽ മതി, ഒരാണത്തം ഉണ്ടായാൽ മതി. അതില്ലാത്ത ആളുകൾ ഇങ്ങനെ മെഴുകിക്കൊണ്ടേയിരിക്കും, പലപ്പോഴും പല നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും വിജയ് എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ബാക്കി വാർത്തകളൊന്ന് കണ്ടുപോകാം. പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ ദുരന്തമുണ്ടായതിന് തൊട്ട് പിന്നാലെ വിജയ് കരൂരിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ചെന്നൈയിലേക്ക് തിരികെ വന്നതും പിന്നീട് ദിവസങ്ങളോളം പുറത്തിറങ്ങാതിരുന്നതും ഒക്കെ വലിയ വിമർശനത്തിന് ഇടയായതാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ടി.വി.കെയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് 3 മാസത്തോളം പൂർണ്ണമായും നിലച്ച നിലയിലുമായിരുന്നു. അതിനുശേഷമാണ് തിരികെ വീണ്ടും രാഷ്ട്രീയ യോഗങ്ങളൊക്കെ തന്നെ ചേരാൻ കഴിഞ്ഞത്. അധികാരത്തിലെത്തിയതിനു ശേഷവും വിജയ് ആദ്യം പോകേണ്ടത് കരൂരിലേക്കായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഈ മാസം 10-ാം തീയതി കരൂരിലേക്ക് വിജയ് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്നലെ മന്ത്രി രമേശ് തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കരൂരിലെത്തി ഈ അപകടത്തിൽ മരിച്ച 41 പേരുടെ കുടുംബാംഗങ്ങളെ വിജയ് കാണും. ഇവരെ നേരത്തെ ഒക്ടോബറിൽ ചെന്നൈയിലെ ഒരു റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി കൂടിക്കാഴ്ച നടത്തിയതും വിമർശിക്കപ്പെട്ടിരുന്നതാണ്. വിജയും ടി.വി.കെയും ആ സമയത്തൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് കരൂരിൽ പോകണമെന്ന് വിജയ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കല്യാണ മണ്ഡപത്തിലോ ഒരു ഓഡിറ്റോറിയത്തിലോ പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി തേടുമ്പോൾ DMK ഇടപെട്ട് മുടക്കുകയും ഈ അഡ്വാൻസ് നൽകിയതിന് ശേഷം പല ഓഡിറ്റോറിയങ്ങളും പിന്മാറുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് വിശദീകരിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ വിജയ് പോകുമ്പോൾ കുടുംബാംഗങ്ങളെ കാണും. സർക്കാർ ജോലി കുടുംബത്തിൽ ഒരാൾക്ക് നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഈ നിയമന ഉത്തരവ് വിജയ് നേരിട്ട് തന്നെ കൈമാറും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല ഈ ഒരു വാർത്ത കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്തായാലും അതോടൊന്ന് കാണിച്ചു തരാം. PSC റാങ്ക് പട്ടിക നോക്കുകുത്തിയാക്കി തദ്ദേശ വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരെ തിരികെ കയറ്റാനും നിലവിലുള്ളവരുടെ കാലാവധി നീട്ടാനും നീക്കം. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിൽ 505 താൽക്കാലിക ജീവനക്കാരുടെ കാലാവധി നീട്ടാനും പുതുതായി 436 ഒഴിവുകളിൽ താൽക്കാലിക നിയമനം നടത്താനുമുള്ള ഫയൽ നീക്കത്തിന്റെ രേഖകൾ റിപ്പോർട്ടുണ്ട്. അടിയന്തര പ്രാധാന്യമുള്ള ഫയലിൽ മന്ത്രി KM ഷാജി ഉടൻ തീരുമാനമെടുത്തേക്കും. കഴിഞ്ഞ ഡിസംബറിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടും PSC നിയമനം മന്ദഗതിയിലായതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ മന്ത്രിക്ക് പരാതി നൽകി. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, നിയമന വിരോധമാണ് കഴിഞ്ഞ സർക്കാരിന് എന്ന് ആരോപിച്ചത് രാഷ്ട്രീയമായ UDF ആണ്. എന്തിനാണ് താൽക്കാലിക നിയമനം എന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി പറയേണ്ടി വരില്ലേ? അപ്പൊ അത് ജൂൺ 26-ന് കാലാവധി കഴിഞ്ഞതാണ് ഈ താൽക്കാലിക ജീവനക്കാരുടേത്. അവരുടെ കാലാവധി കഴിഞ്ഞിട്ടും പല പഞ്ചായത്തുകളിലും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അവർ സർവീസിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജൂൺ 26-ന് അവരുടെ കരാർ
കാലാവധി കഴിഞ്ഞു. ആ കരാർ കാലാവധി കണ്ടില്ലേ, മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് സർക്കാർ ജോലി കൊടുക്കുന്ന സമയത്ത്, തമിഴ്നാട് സർക്കാർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത് നിയമനമാണ്, പിൻവാതിൽ നിയമനം. പിണറായി വിജയനാണ് ഏറ്റവും കൂടുതലും പിൻവാതിൽ നിയമനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന കുറെ കഴുത അടിമകളൊക്കെ ഉണ്ട്. എടാ മക്കളെ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുക. ആരാണ് ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടത്താൻ പോകുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ബന്ധുക്കൾക്ക് ഏറ്റവും കൂടുതലും ജോലി കൊടുത്തത് ആരാണ്? ബന്ധുക്കളെ ഏറ്റവും കൂടുതൽ ഓരോ തസ്തികകളിലേക്ക് കയറ്റിയത് ആരാണ്? സ്വർണം കട്ടത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഈ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം വേണം. ബന്ധുക്കളെ ഏറ്റവും കൂടുതലും നിയമനം കൊടുത്തുകൊണ്ട് തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തൻ്റെ PA ആയിട്ടും തൻ്റെ സെക്രട്ടറി ആയിട്ടും തൻ്റെ മാനേജറായിട്ടും എല്ലാം കൂടെ നിർത്തുന്നത് UDF സർക്കാരാണ്. അപ്പോൾ അവിടെ വിജയ് ആ കൊല്ലപ്പെട്ട മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്യുമ്പോൾ ഇവിടെ PSC എഴുതിയിട്ടും ജോലി കിട്ടാതെ ഇരിക്കുന്ന ആളുകളെ വീണ്ടും അങ്ങനെ നോക്കൂത്തുകളായി നിർത്തിക്കൊണ്ട് പിൻവാതിൽ നിയമനവും ബന്ധു നിയമനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൂക്കി CMന്റെ ആളുകളും. ഈ തോന്നിവാസങ്ങൾക്കും ഒരു മാസം ഒന്നും പോരാ, ഇനിയും 5-6 വർഷം കൂടി വേണം അവർക്ക് അതിനെപ്പറ്റി പഠിക്കാനെന്നാണ് കുറേ അടിമകൾ വന്ന് പറയുന്നത്. എടാ മോനെ, ഒരു രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയാത്ത വിജയ്, ഇന്നലെ വന്നൊരു പാർട്ടിക്ക് രൂപം നൽകിയൊരു വിജയ് ഇന്ന് ആ പാർട്ടി ഈ രീതിയിൽ ഉയർത്തിക്കൊണ്ട് പോയിട്ട് ആ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് പല ആളുകൾക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, VD സതീശൻ അടക്കമുള്ള ആളുകൾ ഇന്നലെ പൊട്ടിമുളച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന മനുഷ്യനൊന്നും അല്ലല്ലോ. വർഷങ്ങളുടെ സേവന പാരമ്പര്യമുണ്ട് VD സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യനും ഈ മന്ത്രിസഭയിലുള്ള എല്ലാവർക്കും. നമ്മുടെയൊക്കെ പ്രായത്തിനേക്കാൾ കൂടുതലുണ്ട് ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും എത്ര മാസങ്ങൾ നിങ്ങൾക്ക് വേണം, എത്ര വർഷങ്ങൾ വേണം നിങ്ങൾക്ക് ഇതിനെയൊക്കെ പറ്റി പഠിക്കാനായിട്ട്? ആ വയനാട്ടിലെ ദുരന്ത ബാധിതരെ ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ജനങ്ങൾ നന്ദികേട് കാണിച്ചു, ശരി, ഓക്കെ, ആ നന്ദികേടിൽ കൂടി നിങ്ങൾ വിജയിച്ചു. അപ്പോൾ ആ വിജയിച്ചെങ്കിൽ ജനങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനോടും ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയോടുമാണ് നന്ദികേട് കാണിച്ച് നിങ്ങളെ വിജയിപ്പിച്ചതെങ്കിൽ നിങ്ങൾ ആ ജനങ്ങളോട് നന്ദി കാണിക്കണമായിരുന്നു തിരിച്ച്. എന്നാൽ ഒരു നന്ദിയും കാണിക്കാതെ അവരനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അവരെ വെറും അടിമകളായി കണ്ടുകൊണ്ട് മുതലാളിമാർക്ക് വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു വൃത്തികെട്ട ഭരണം, ഒരു നാറിയ ഭരണം എന്നേ എനിക്കിതിനെ പറയാനുള്ളൂ. എന്തായാലും വിജയ് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സർക്കാർ ചിരിച്ചും കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണോ വിജയിപ്പിച്ച് വിട്ടെന്നുള്ള ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.